പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 24 ചൊവ്വ. പ്രധാന വാർത്തകൾ. തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ മോട്ടോർ സൈക്കിളിന് തീവെച്ചയാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വാദി അൽ മൗബിൽ വിലായത്തിൽ വീടിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന മോട്ടോർ സൈക്കിളാണ് തീപിടിച്ചത്. സംഭവത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് വാഹനത്തിന് തീവെച്ചതാണെന്ന് കണ്ടെത്തുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഇയാൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും പോലീസ് അറിയിച്ചു. വ്യാപാര പ്രവർത്തനങ്ങൾ നിർത്തിയതോ ലൈസൻസ് കാലഹരണപ്പെട്ടതോ ആയ വാണിജ്യ രജിസ്ട്രേഷനുകൾ റദ്ദാക്കി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം. ഇത്തരത്തിലുള്ള 3415 വാണിജ്യ രജിസ്ട്രേഷനുകൾക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുഴുവൻ വാണിജ്യ സ്ഥാപനങ്ങളും നിലവിലുള്ള നിയമങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരമൊരു നടപടിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇതുവഴി വിപണി നിയന്ത്രിക്കുന്നതിനും സാധിക്കുമെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ വാണിജ്യ ഡയറക്ടർ ജനറൽ മുബാറക് ബിൻ മുഹമ്മദ് അൽ ദുഹാനി പറഞ്ഞു. ആദ്യഘട്ടത്തിന്റെ ഭാഗമായി 1970 മുതൽ 1999 വരെയുള്ള കാലയളവിൽ പ്രവർത്തനം നിർത്തിയതോ ലൈസൻസ് കാലഹരണപ്പെട്ടതോ ആയ കമ്പനികളുടെ രജിസ്ട്രേഷനാണ് റദ്ദാക്കിയിരിക്കുന്നത്. റദ്ദാക്കിയ കമ്പനികളിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളോ വ്യക്തിഗത വ്യാപാരികളോ ഉൾപ്പെടുന്നില്ലെന്ന് മുബാറക് അൽ ദുഹാനി പറഞ്ഞു. ഒമാനിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഡാറ്റ കണക്കുകൾ, സ്ഥിതിവിവര കണക്കുകൾ എന്നിവയുടെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനും വിപണി നിയന്ത്രണത്തിനും ഈ നടപടികൾ പ്രധാനമാണ്. 2000 മുതൽ 2018 വരെ കമ്പനികളെ ഉൾപ്പെടുത്തിയുള്ള അവലോകനങ്ങളുടെ രണ്ടാം ഘട്ടം ഉടൻ ഉണ്ടാകും. ആർട്ടിക്കിൾ 15 അനുശാസിക്കുന്ന വാണിജ്യ രജിസ്റ്റർ നിയമ നമ്പർ 3/74 അടിസ്ഥാനമാക്കിയാണ് രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള തീരുമാനമെന്ന് ഡയറക്ടർ ജനറൽ അൽ ദുഹാനി വിശദീകരിച്ചു. ഒരു വ്യാപാരി മരിക്കുക, ബിസിനസ് നടത്തുന്നത് അവസാനിപ്പിക്കുക, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുക, ബ്രാഞ്ച് അല്ലെങ്കിൽ ഏജൻസി എന്നേക്കുമായി അടയ്ക്കുക എന്നിങ്ങനെയുണ്ടെങ്കിൽ വാണിജ്യ രജിസ്റ്റർ റദ്ദാക്കണമെന്നാണ് നിയമം. ഇങ്ങനെ സംഭവിച്ചാൽ 1 മാസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള അപേക്ഷ വ്യാപാരിയോ അവരുടെ അവകാശികളോ ലിക്വിഡേറ്ററോ കമ്പനിയെ സമർപ്പിക്കണം. വാണിജ്യ രജിസ്ട്രാർക്കും സ്വന്തം പ്രകാരം റദ്ദാക്കാനുള്ള അവകാശമുണ്ടാകുമെന്നും ഒമാൻ വാണിജ്യ നിയമത്തിൽ പറയുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ 1 മാസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള അപേക്ഷ വ്യാപാരിയോ അവരുടെ അവകാശികളോ ലിക്വിഡേറ്ററോ കമ്പനിയെ സമർപ്പിക്കണം. വാണിജ്യ രജിസ്ട്രാർക്കും സ്വന്തം പ്രകാരം റദ്ദാക്കാനുള്ള അവകാശമുണ്ടാകുമെന്നും ഒമാൻ വാണിജ്യ നിയമത്തിൽ പറയുന്നു. വേതന സുരക്ഷാ സംവിധാനം സംബന്ധിച്ച് തൊഴിലുടമകൾക്ക് പരാതികൾ അറിയിക്കുന്നതിന് ഓൺലൈൻ സംവിധാനം ആരംഭിച്ച് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. പോർട്ടൽ വഴി സ്പോൺസർക്ക് പരാതി നൽകാൻ സാധിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സ്വകാര്യ മേഖലയിലെ വൻകിട കോർപ്പറേറ്റുകൾ മുതൽ ചെറുകിട മൈക്രോ എന്റർപ്രൈസസുകൾ വരെ സ്ഥാപനങ്ങളിൽ വേതന സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തുന്നതിന് നടപടികൾ മന്ത്രാലയം ശക്തമാക്കിയിട്ടുണ്ട്. WPS-ൽ രജിസ്റ്റർ ചെയ്യുന്നതിലോ നടപ്പാക്കുന്നതിലോ വീഴ്ച വരുത്തുന്ന 1,86,817 സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയം SMS വഴി മുന്നറിയിപ്പ് സന്ദേശം അയച്ചു. വലിയ വീഴ്ചകളുണ്ടാക്കിയ 57,396 സ്ഥാപനങ്ങൾക്ക് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയതായി അധികൃതർ അറിയിച്ചു. രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത ബാങ്കുകൾ വഴിയോ അല്ലെങ്കിൽ സേവനം നൽകാൻ അംഗീകൃതവും അംഗീകാരമുള്ളതുമായ ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയോ തൊഴിലാളികളുടെ വേതനം നൽകാൻ കമ്പനികളെ അനുവദിക്കുന്ന ഇലക്ട്രോണിക് ശമ്പള കൈമാറ്റ സംവിധാനമാണ് WPS. തൊഴിൽ മന്ത്രാലയം സെൻട്രൽ ബാങ്കുമായി സഹകരിച്ചാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. WPS വഴി ജീവനക്കാരുടെ ശമ്പളം കൈമാറിയിട്ടില്ലെങ്കിൽ 50 റിയാൽ പിഴ ചുമത്തും. ശമ്പളം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ആദ്യം മുന്നറിയിപ്പും പ്രാരംഭ വർക്ക് പെർമിറ്റ് നൽകുന്ന സേവനവും താൽക്കാലികമായി നിർത്തിവെക്കും. പിന്നീട് പിഴ ചുമത്തും. തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഇരട്ടിയാക്കുകയും ചെയ്യും. തൊഴിലാളികളുടെ വേതനം നിശ്ചിത തീയതിയുടെ 7 ദിവസത്തിനുള്ളിൽ ബാങ്കുകളിലേക്ക് മാറ്റാൻ തൊഴിലുടമ ബാധ്യസ്ഥനാണ്. തൊഴിലാളികളുടെ വേതനത്തിൽ
ഏതെങ്കിലും മാറ്റം വരികയാണെങ്കിൽ തൊഴിലുടമ മന്ത്രാലയവുമായുള്ള തൊഴിൽ കരാറുകൾ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. 26ാമത് എഡിഷൻ അറേബ്യൻ ഗൾഫ് കപ്പ് ടൂർണമെന്റിന് ഇത്തവണ കുവൈത്ത് ആതിഥേയത്വം വഹിക്കും. വരുന്ന ഡിസംബറിൽ ആരംഭിക്കുന്ന ടൂർണമെന്റ് 2025 ജനുവരി വരെ തുടരും. ഡിസംബർ 21 ആണ് ആദ്യ മത്സരം. ജനുവരി 3 ഫൈനൽ അരങ്ങേറും. മുൻ ചാമ്പ്യന്മാരായ ഒമാൻ, ഖത്തർ, UAE, ബഹ്റൈൻ, യമൻ, ഇറാഖ് ഉൾപ്പെടെ ടൂർണമെന്റിന്റെ ഭാഗമാകും. അഞ്ചാമത്തെ തവണയാണ് കുവൈത്ത് ടൂർണമെന്റിന് ആതിഥേയരാകുന്നത്. അടുത്ത മാസം നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് പിന്നാലെ വരും മാസങ്ങളിൽ ഒമാൻ ഗൾഫ് കപ്പിനായുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.